നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുപ്പ്, ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ മൊബൈൽ ടവർ. പ്രദേശവാസികൾ അപകട ഭീഷണിയിൽ. SNDP അമ്പലംകുന്നിലാണ് അപകട ഭീഷണി. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പ്രദേശവാസി. നീണ്ട കാത്തിരിപ്പിന് വിരാമം. മാറാടി ബ്രാഞ്ച് കനാലിൽ വെള്ളം എത്തി തുടങ്ങി. ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയാണ് MVP ബ്രാഞ്ച് കനാൽ തുറന്നുവിട്ടത്. കർഷകരുടെ ദുരിതം മനസ്സിലാക്കിയാണ് കനാൽ തുറക്കാൻ പരിശ്രമിച്ചതെന്ന് മാത്യു കുഴൽനാടൻ MLA. സിറ്റിസൺസ് ഡേയ്സ് മൂവാറ്റുപുഴ റിപ്പബ്ലിക് ദിന സംഗമവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് നവീകരിച്ച KSRTC ജംഗ്ഷൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടത്തി. ആരുക്കുട റോഡിലുള്ള കൊട്ടാരം ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. മുൻ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമറിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC മൂവാറ്റുപുഴ നഗരസഭാ യൂണിറ്റ് രൂപീകരിച്ചു. യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി. മുൻ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂൾ 22ാമത് വാർഷികം ആഘോഷിച്ചു. ഉദ്ഘാടനം ചെയ്ത ഡീൻ കുര്യാക്കോസ് MP, ബ്രൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലുള്ള മൊബൈൽ ടവർ പ്രദേശവാസികൾക്ക് അപകട ഭീഷണിയാകുന്നു. മൂവാറ്റുപുഴ SNDP അമ്പലംകുന്നിലാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായി മൊബൈൽ ടവർ നിൽക്കുന്നത്. മൂവാറ്റുപുഴ SNDP അമ്പലംകുന്നിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലുള്ള മൊബൈൽ ടവർ പ്രദേശവാസികൾക്ക് അപകട ഭീഷണിയാകുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനായി നടത്തിയ മണ്ണെടുപ്പാണ് ടവറിന്റെ അടിത്തറയിളക്കിയത്. മണ്ണിടിഞ്ഞ മതിൽ ഇടിഞ്ഞ് ടവർ അപകടാവസ്ഥയിലായതോടെ സമീപത്തെ വീടുകളും സുരക്ഷാ ഭീഷണിയിലാണ്. ടവറിന് ചുറ്റുമുള്ള കരിങ്കൽ കെട്ടുകൾ പലയിടത്തും തകർന്നു വീണ നിലയിലാണ്. ശക്തമായ മഴ പെയ്താൽ ടവർ ഇടിഞ്ഞ് താഴെയുള്ള വീടുകളിലേക്ക് പതിക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് പ്രദേശവാസി പരാതി നൽകിയിട്ടുണ്ട്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ MVP കനാലിലൂടെ മാറാടി ആരിക്കുട മേഖലയിലേക്ക് വെള്ളം എത്തി തുടങ്ങി. ജലക്ഷാമം മൂലം കർഷകർ കടുത്ത ദുരിതത്തിലായ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടൻ MLAയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ മാറാടി ഭാഗത്തേക്കുള്ള MVP ബ്രാഞ്ച് കനാൽ തുറന്നുവിടുകയായിരുന്നു. സാധാരണയായി ഫെബ്രുവരി 1 മുതൽ 4 വരെയാണ് മാറാടി ബ്രാഞ്ച് കനാലിലേക്ക് വെള്ളം വിടാൻ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ കർഷകരുടെ അടിയന്തര ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തി MLA നടത്തിയ ഇടപെടലിനെ തുടർന്ന് ഷെഡ്യൂളിൽ മാറ്റം വരുത്തുകയായിരുന്നു. Welcome to Vimalagiri International School, Muvachupura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. സിറ്റിസൺസ് ഡേയ്സ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സംഗമവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺസ് ഡേയ്സ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സംഗമവും നവാഗതരായ ത്രിതല പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും റിപ്പബ്ലിക് ദിനമാണെങ്കിലും ഒക്കെ നമ്മളൊരു ചടങ്ങ് പോലെ ആചരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഓഗസ്റ്റ് 15-ന് അവധി കിട്ടും, അല്ലെങ്കിൽ ജനുവരി 26-ന് അവധി കിട്ടും എന്നതിനപ്പുറത്തേക്ക് ആ ദിനത്തിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ്, ആ ദിനത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ദിവസം പോലും അതിൻ്റെ ചിന്തകളിൽ പോലും ഉണ്ടാകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. തുടർന്ന് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഗാന്ധിയൻ പ്രൊഫസർ MP മത്തായി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭരണഘടന തന്നെ നമുക്കറിയാവുന്ന റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനം പറയുന്നത് ഭരണഘടനയാണ്. നമുക്ക് മതങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെതായ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങളാണ് മതങ്ങളുടെ അടിസ്ഥാനം, അതിന്റെ അടിത്തറ ഉറപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ താരതമ്യത്തിൽ ചില പദ്ധതികളുണ്ടെങ്കിലും ഒരു റിപ്പബ്ലിക്കിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. അഡ്വക്കേറ്റ് N രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസീസ് പാണ്ഡ്യാരപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷ് ഷാനവാസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിഫ്, രക്ഷാധികാരി PSA ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് CP ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു.
അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച KSRTC ജംഗ്ഷൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടത്തി. ആര്യക്കുട റോഡിലുള്ള കൊട്ടാരം ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൂടുതൽ സൗകര്യങ്ങളോടെ ബ്രാഞ്ച് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച KSRTC ജംഗ്ഷൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടത്തി. ആര്യക്കുട റോഡിലുള്ള കൊട്ടാരം ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ മാറ്റി പ്രവർത്തനം ആരംഭിച്ച നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നിർവഹിച്ചു. ബാങ്കിങ് മേഖല, പ്രത്യേകിച്ച് ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഈ 100 കൊല്ലക്കാലത്തിൻ്റെ ഇടയിൽ ഒരു സന്ദർഭത്തിൽ പോലും ഒരു ആക്ഷേപത്തിന് വിധേയമാകാതെ ഇന്നത്തെ കാലത്തൊരു സ്ഥാപനം പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു സാമർഥ്യം കൊണ്ട് സംഭവിച്ചതല്ല. അത് കൂടാതെ തന്നെ 27,000-ൽ പരം അംഗങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷമായി അവരുടെ നിർലോഭമായ പിന്തുണയും അനുഗ്രഹവും എല്ലാ വിഷയത്തിനും ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ്. ആക്ഷേപങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു ജാഗ്രത കൈകാര്യം ചെയ്യുന്ന ബോർഡ് അംഗങ്ങൾക്ക്, ചെയർമാൻ ഉൾപ്പെടെയുള്ള നയിക്കുന്ന സാരഥികൾക്കുണ്ടാകുന്നതിൻ്റെ ഒരു ബലം, അതിൻ്റെ അടിസ്ഥാനം അംഗത്തെടുത്ത ഈ 27,000 ആളുകളുടെ മാത്രം ഒരു സജീവ ശ്രദ്ധയല്ല, ഈ സ്ഥാപനത്തിൻ്റെ സേവനം ലഭിക്കുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും 10,000-കണക്കിന് ആളുകൾ ഏതൊരു ചെറിയ ചലനവും ഉറ്റുനോക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. സോളാർ വായ്പ വിതരണോദ്ഘാടനം ബോർഡ് അംഗം സജി ജോർജും, ഇലക്ട്രിക് വാഹന വായ്പ വിതരണോദ്ഘാടനം ബ്രാഞ്ച് മാനേജർ ടോണി തോമസും, കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം FIT ചെയർമാൻ R അനിൽകുമാറും, സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം ബാങ്ക് മുൻ ചെയർമാൻ CK സോമനും നിർവഹിച്ചു. AR ജോയിമോൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് AA അൻഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് വൈസ് ചെയർമാൻ PV ജോയി, മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയമോൻ യു ചെറിയാൻ, മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ജിറ്റ്സി ജോർജ്, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ സുനിൽ VM, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജു ജോസഫ്, CM വാസു, T ശിവദാസ്, രാജു തോമസ് ACA, ജനറൽ മാനേജർ MT രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. MCS Hospital, we take care of your health. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC മൂവാറ്റുപുഴ നഗരസഭാ യൂണിറ്റ് രൂപീകരിച്ചു. യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും കോൺഗ്രസ് നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിന്റെ 22ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്രൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ പേട്ട മൂലയ്ക്കൽ ഷക്കീറിന്റെ മകൻ മുഹമ്മദ് അസ്ലം നിര്യാതനായി. ഖബറടക്കം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് മൂവാറ്റുപുഴ പേട്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തപ്പെട്ടു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.